ഇന്ന് നമ്മുടെ ജാൻകി പൈ സീതയുടെ പ്രൊഡക്റ്റിൻ്റെ ഷൂട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരുക്കത്തിലാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഐബ്രോ ഫില്ല് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ചെറിയൊരു പാലറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തട്ടിമുട്ടിയിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കീത്തുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജാൻകി പൈ സീതയിൽ എപ്പോഴും എൻ്റെയും കീത്തുവിൻ്റെയും ഒരുമിച്ചിട്ടുള്ള വീഡിയോസ് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഇത് നമ്മുടെ ജാൻകി പൈ സീതയുടെ മാത്രം 2 കുട്ടികളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ജോർജറ്റിൻ്റെ വീഡിയോ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇട്ട ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അവരോടും കൂടെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികളോടും കൂടെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കീത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ കൃത്യമായിട്ടൊരു സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും, വേഗം തന്നെ ഷൂട്ട് ചെയ്യും, വേഗം തന്നെ തീരുകയും ചെയ്യും. കട്ടൻ ടേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങണ്ടി ഉണക്കാനിട്ടിരിക്കുകയാണ് കേട്ടോ. അത് നിറച്ച് ചെളിയായതുകൊണ്ടാണ് ഞാൻ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കളയുന്നത്. മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ടത് ഏകദേശം പരിവായിട്ടുണ്ട്. അതിന് മുക്കാഭാഗം ഞാൻ തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ അമ്മ എന്തായാലും അത് അച്ചാറിടുണ്ടാവും. വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചിട്ടോ. ഫാമിലി ടൈം നമുക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ തോന്നിയാൽ വേഗം തന്നെ പോവുക, എവിടേക്കെങ്കിലൊക്കെ ഒന്ന് ചില്ലടിക്കുക. അത് ഭക്ഷണം കഴിക്കാൻ തന്നെ വേണമെന്നില്ല, പാർക്കിലേക്കോ ജസ്റ്റ് ഒരു ഡ്രൈവ് ആയാലും മതി. അത് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും കേട്ടോ. എന്തൊക്കെയോ അല്ലറ ചില്ലറ കുരുത്ത സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴായി പിന്നെ ഇതൊന്നും എനിക്ക് വലിയ പ്രിയമുള്ള സംഭവമല്ല കേട്ടോ. പണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ 2 അമ്മമാരും പറയണ കേൾക്കാറുണ്ട്, പണ്ട് ഇതൊക്കെ ഞാൻ എന്തോരം കഴിച്ചിട്ടുണ്ടെന്ന് അറിയും, ഇപ്പം എനിക്കിത് വേണ്ട, കഴിക്കാനേ പറ്റുന്നില്ല എന്ന്. ഇനി എനിക്ക് പ്രായം ആയതുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു സാധനങ്ങളും എന്തോ ഇഷ്ടമല്ല. കഴിക്കില്ല എന്നല്ല കേട്ടോ, പക്ഷെ അതിനോടുള്ള കൊതിയും കാര്യങ്ങളൊക്കെ എനിക്ക് പോയിട്ടുണ്ട്. ഈ പറഞ്ഞൊരു സംഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ല കേട്ടോ. ഇനി ഡയറ്റ് എടുത്ത സമയത്ത് ഒരു ബ്രേക്ക് വന്നതുകൊണ്ടാണോ ഈ ഒരു ഇഷ്ടക്കേട് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എൻ്റെ പിള്ളേർക്കും കൂടെ ഫുഡും മേടിച്ചിട്ട് വന്നിട്ട് വേഗം തന്നെ കിടന്നുറങ്ങാൻ നോക്കി.